മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, 6 വർഷത്തോളമായി ഈ സ്വർണം ഗോവർദ്ധൻ സൂക്ഷിക്കുന്നു. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അവിടെ CCTV അടക്കമുള്ള നിരീക്ഷണ ക്യാമറകൾ എപ്പോഴും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ശബരിമലയിൽ നിന്നാണ് ഈ സ്വർണം പോറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോയതെന്ന് ദേവസ്വം ബോർഡ് ഒന്നാകെ പറയുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവല്ലേ? പോറ്റിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണോ ശബരിമലയിലെ സ്വർണം? ശബരിമല ഈ സ്വർണം എന്ന് പറയുന്നത് അവിടെയുള്ള വാതിൽപ്പടികൾ, കതകുകൾ, മറ്റ് ദ്വാരപാല ശില്പങ്ങൾ, ഇതിൽ നിന്നെല്ലാം കൊണ്ടുപോയി അത് കെമിക്കൽ പ്രോസസ്സിലൂടെ വേർതിരിച്ചെടുത്ത സ്വർണമാണ്. ആ സ്വർണം അത് തിരിച്ചു പിടിച്ചു, തൊണ്ടി പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുക. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരു മുരാരി ബാബുവിനെയും അതുപോലെ ഏതോ ഒരു ഗോവർദ്ധനെയും ഒക്കെ കുറെ കക്ഷികളാക്കി ഇതാ കട്ട സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നു, കേസ് അവസാനിക്കുന്നു എന്ന് പറയാൻ ശ്രമം നടക്കുന്നു. ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണം കൊടുത്തു വിട്ടവരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഇത് ചെമ്പ് തകിടാണ് എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത ദേവസ്വം ബോർഡുണ്ട്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു 2019 മുതലുള്ള ഈ ബോർഡ് തീരുമാനങ്ങൾ 2018 8/6/2018 മിനിറ്റ്സ് അടക്കമുള്ള തീരുമാനങ്ങളിൽ ഇത് ചെമ്പുമാളിയാണെന്ന് പറയാൻ ഉള്ള ധൈര്യമാക്കി വന്നു. ഇതിന് മുന്നിൽ പോയി നിൽക്കുന്നവരല്ലേ ഇവരില്ല. ഇവർ ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുമാളിയാണ് എന്ന് എഴുതി റെക്കോർഡ് ഉണ്ടാക്കി വ്യാജരേഖയുണ്ടാക്കാൻ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അവർ ഉപയോഗിച്ചു. വ്യാജരേഖയുണ്ടാക്കി. ആ വ്യാജരേഖ ദേവസ്വം സെക്രട്ടറിയെ കൊണ്ട് ഒരു ഓർഡറാക്കി ഇറക്കി. ദേവസ്വം കമ്മീഷൻ ഓർഡറാക്കി ഇറക്കി. മുരാരി ബാബുവിന്റെ ഒരു കത്തെഴുതി വാങ്ങി. മുരാരി ബാബു പറയാ ഇത് ചെമ്പുപാളിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി മണ്ടന്മാരാണോ ഇരിക്കുന്നവര്? അപ്പോൾ ഇതെല്ലാം വലിയൊരു കോൺസ്പിറസിയാണ്. ഹൈക്കോടതി പറഞ്ഞ പോലെ 2019 ആരംഭിച്ച ദൂരവ്യാപകമായി ഉണ്ടാകാൻ പോകുന്ന ഒരു കോൺസ്പിറസിയുടെ, ഒരു ഗൂഢാലോചനയുടെ മുകൾ തട്ടിൽ നിൽക്കുന്ന ഉന്നതന്മാരെ, ദേവസ്വം ബോർഡിലെ ഉന്നതന്മാരെ അടക്കമുള്ളവരെ ഇതിൽ കക്ഷിയാക്കണം, പ്രതികളാക്കണം എന്ന ഹൈക്കോടതി ഉത്തരവ് എവിടെ ആര് നോക്കുന്നു? ഇപ്പോഴും പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണല്ലോ ഈ അന്വേഷിക്കുന്ന പോലീസ് ഉള്ളത്. ആഭ്യന്തര വകുപ്പിനാണല്ലോ കാര്യങ്ങൾ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയാണല്ലോ ഇവരുടെ ഈ IPSകാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക്. അതുകൊണ്ട് പിണറായി വിജയന്റെയും ഈ ഗവൺമെന്റിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സ്വാധീന ശക്തികൾ ഹൈക്കോടതി എത്രയോ ആവർത്തി പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് പോയിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തന്നെ ഞാൻ ഒരു മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ ദ്വാരപാലക ശില്പം ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവരുണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പമാണ്. ഒറിജിനൽ ദ്വാരപാലക ശില്പം ഇവര് വിറ്റു. ഇവര് വലിയ എമൗണ്ടിനാണ് വിറ്റത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നു വേറെ ഒരു ദ്വാരപാലക ശില്പം ദേവസ്വം ബോർഡിന്റെ സ്റ്റോക്ക് വിധിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മൾക്ക് അത്ഭുതപ്പെടല്ലേ? ഒരു ദ്വാരപാലക ശില്പം ഇവിടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്നു, ഒരു ദ്വാരപാലക ശില്പം ഇവിടെ സ്റ്റോക്ക് റൂമിൽ ഇരിക്കുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നു. യഥാർത്ഥ ഒറിജിനലായ ദ്വാരപാലക ശില്പമായി കൊണ്ടുപോയി വിറ്റിരിക്കുന്നു. ഇതേക്കുറിച്ചൊന്നും അന്വേഷണം പോയിട്ടില്ല. ഈ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഒരു ഭാരവാഹിയിലേക്കും അന്വേഷണം പോയിട്ടില്ല. പിന്നെ ഈ സ്വർണം 50 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഈ പറയുന്നത്. 50 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചതുകൊണ്ട് ഈ ശബരിമലയിൽ നടന്ന ഇത്രയും വലിയൊരു കൊള്ള. ആ കൊള്ള കോടാനുകോടി രൂപയുടെ കൊള്ളയാണ്. ആ കൊള്ള പുറത്തു കൊണ്ടുവരാൻ ശ്രീ അജയ് തറയിൽ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ 2020 അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. താങ്കൾ പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ കാലയളവിൽ ദേവസ്വം ബോർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായിരുന്നു. ഞാൻ 2017 പോകുന്നത്. ഞങ്ങൾ 2017 പോകുന്നത്. ശരി, ആ സമയത്ത് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? അത് LDFന്റെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണല്ലോ ഞങ്ങൾ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ സുതാര്യമല്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ 9.5 കിലോഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് കേരളത്തിലെ ഏറ്റവും വണ്ണം കൂടിയ ഏറ്റവും മനോഹരമായ ഒരു ധ്വജം അവിടെ സ്ഥാപിച്ചു. ഞങ്ങളെ കുറിച്ചൊരു പരാതിയും ആരും എഴുതി കൊടുത്തിട്ടില്ല. എങ്ങുമാണ് ഉടമസ്ഥമില്ലിരുന്നവരെ. വളരെ കൃത്യമായ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അവിടെ നിന്ന് യാതൊരു ദുർദ്ദേശവും ഉണ്ടാകില്ല. അവിടെ വലിയൊരു ഏഷ്യയിലെ ഏറ്റവും വലിയൊരു അന്നദാന മണ്ഡപം പണിതു. എറണാകുളം നഗരത്തിലോ പത്തനംതിട്ട നഗരത്തിലോ പണിയാൻ കഴിയുന്നതിനേക്കാളും വില കുറച്ചുള്ള
പൈസക്കാണ് ഇത്രയും മുകളിൽ ഒരു ബിൽഡിംഗ് പണിതത്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തു. അവിടെ ഒരു വലിയൊരു ഈ പറയുന്ന ദർശൻ കോംപ്ലക്സ് എന്ന് പറയുന്ന കെട്ടിടം പണിതു, നിലക്കൽ ബിൽഡിങ്ങുകൾ പണിതു. ഒരു ആക്ഷേപം ആർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുതാര്യമായിട്ട് വളരെ നൈർമല്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഭക്തി പുരസരമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവർക്ക് ഭക്തിയില്ലല്ലോ. പക്ഷേ 2018 മാത്രം ഒതുങ്ങുന്നതല്ലോ ഈ സ്വർണ്ണക്കൊള്ള. 1998 മുതലുള്ള ശബരിമലയിലെ എല്ലാ ഇടപാടുകളിലും ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആർക്കും കൈ കഴുകാനാകില്ല എന്നല്ലേ വ്യക്തമാകുന്നത്? ദുരൂഹതയെ പറ്റിയുള്ള നമ്മുടെ സംശയമാണ്. അത് അന്വേഷിക്കണം. ഞാൻ ചോദിക്കുന്നത് അത് രണ്ടും കൂടി അന്വേഷിക്കാതെ രണ്ടും രണ്ടായി അന്വേഷിക്കട്ടെ. സാർ, ഇതിന് ഡിജിറ്റലായിട്ടുള്ള റെക്കോർഡുകൾ പോലും നിങ്ങൾ സൂക്ഷിക്കാറില്ല. എല്ലാം കൈയെഴുത്ത് പ്രതികളാണ് അല്ലേ? അതിൽ തന്നെ ഒരു സുതാര്യതയെ ഒരു ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളൊരു നീക്കം തന്നെയല്ലേ? എല്ലാം കൈയെഴുത്ത് പ്രതികളാണ്. ദേവസ്വം ബോർഡിനകത്ത് അടിമുടി മാറ്റമുണ്ടാകണം. നിയമങ്ങൾക്ക്, കീഴ്വഴക്കങ്ങൾക്ക്. അവിടെ മൊത്തം കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള തീരുമാനം വന്നതിന് അട്ടിമറിച്ചു ഇവര്. ഞങ്ങളുള്ള കാലത്ത് ഊരാണെങ്കിലിന് താങ്കൾ ഉണ്ടായിരുന്ന കാലയളവിൽ ഈ നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെച്ചില്ലേ ശ്രീ അജയ് തറയിൽ? മുന്നോട്ട് വെച്ചതാണല്ലോ. ഞങ്ങൾ മുന്നോട്ട് വെച്ച തീരുമാനത്തെ അട്ടിമറിച്ച് ഇപ്പോഴും കമ്പ്യൂട്ടറൈസ് നടപ്പാക്കിയിട്ടില്ല. അവിടെ ആ ശബരിമലയിലെ ഒരു സ്ഥലത്തിരുന്നു, ശബരിമലയല്ല ദേവസ്വം ബോർഡിന്റെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ദേവസ്വം ബോർഡിലെ 1000 ചില്ലുവാനും അമ്പലങ്ങളെ നിയന്ത്രിക്കാനും കാണുവാനും എല്ലാ കാര്യങ്ങളും ഡേറ്റാസ് ഫീഡ്ബാക്ക് ചെയ്യാനും കഴിയുന്ന വലിയൊരു കമ്പ്യൂട്ടറൈസേഷനും അന്ന് കെൽട്രോൺ ഊരാളുങ്കലിന്റെ സംയുക്ത സംരംഭത്തിൽ ഏൽപ്പിച്ചതാണ്. അതിനുശേഷം വന്ന ബോർഡുകൾ മാറി 4-5 പ്രസിഡന്റുമാർ വന്നില്ലേ? അവരൊന്നും അതിന് കൂട്ടാക്കിയില്ല. കാരണം ഈ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടും ഈ വാതിൽപ്പടിയുമായും ഈ കട്ലയുമായി ബന്ധപ്പെട്ടുമുള്ള ഈ സ്വർണ്ണക്കൊള്ളയാണ്. ആ സ്വർണ്ണക്കൊള്ളയിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല, ഉദ്യോഗസ്ഥരെ മാത്രം പോരാ, ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയുള്ള കേസ് അന്വേഷിക്കണം. 1998 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആരുടെ സംശയമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അത് മറ്റൊരു കേസായി എടുത്ത് അത് മറ്റൊരു അന്വേഷണം, അത് CBI തന്നെ അന്വേഷിക്കട്ടെ. വേണമെങ്കിൽ CBI തന്നെ അന്വേഷിക്കട്ടെ. കേരള ഗവൺമെന്റ് യാതൊരു മുഴുവനില്ലാതെ അന്വേഷണം നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ അജയ് തറയിൽ. മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലാണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.